നമ്മൾ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ക്ലയൻറ്റ് ആദ്യത്തെ സജഷൻ എന്നുള്ള നിലയിൽ പറയുന്നൊരു കാര്യമാണ് കോൺക്രീറ്റിന് അല്ലെങ്കിൽ എംസാൻഡിന് പകരമായിട്ട് നിങ്ങൾ ചരൽ ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചരൽ ശരിക്കും എന്നിട്ട് അവർ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് നല്ല ചരൽ എവിടെ നിന്ന് കിട്ടും എന്നും തിരക്കാറുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷന് പറ്റിയ ഏറ്റവും നല്ല ചരൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ എണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള ചരലാണ് കൺസ്ട്രക്ഷന് പറ്റിയ അല്ലെങ്കിൽ കോൺക്രീറ്റിന് പറ്റിയ ഏറ്റവും നല്ല ചരൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോൺക്രീറ്റിൻ്റെ ലാബ് ടെസ്റ്റിന് പോലും ഉപയോഗിക്കുന്നത് ഈ പ്രദേശത്ത് നിന്നുള്ള മണ്ണെടുത്തതിന് ശേഷമാണ് കോൺക്രീറ്റ് ഉണ്ടാക്കി അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ പ്രദേശത്ത് നിന്നുള്ള മണ്ണിൽ വെച്ചിട്ടാണ്. എംസാൻഡ് ആണോ ചരലാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ബിൽഡിങ്ങുടെ വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഫ്ലൈ ഓവറുകൾ, കൊച്ചി മെട്രോ, അങ്ങനെ ഒരുപാട് വൻകിട പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ചരലല്ല, അവരെല്ലാം ഉപയോഗിക്കുന്നത് എംസാൻഡ് തന്നെയാണ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ വർക്കിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വലിയ വലിയ എൻജിനീയേഴ്സും എല്ലാമാണ്. അപ്പോൾ അവരെല്ലാവരും ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് മണലെന്നുള്ള നില ഉപയോഗിക്കാൻ കഴിയാത്ത എംസാൻഡ് അവരുടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, കൺസ്ട്രക്ഷന് വേണ്ടി നമ്മളൊരു ഒരു ഫൈൻ അഗ്രിഗേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന പ്രകാരം ഉള്ള ആ സ്പെസിഫിക്കേഷനിലെല്ലാം വരുന്ന ആ കണ്ടീഷനെല്ലാം ഉൾക്കൊള്ളുന്ന മണ്ണാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ IS 383 ആണ് നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ IS 383യുടെ കോഡ് പ്രകാരമുള്ള മണൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അല്ലാതെ ചരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആകും അല്ലെങ്കിൽ നന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ പലരും അഭിപ്രായം പറയാറുണ്ട്, പണ്ട് ചരൽ കൊണ്ട് വെക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ചരൽ കൊണ്ട് ഒരു ബിൽഡിംഗ് വെച്ചതിന് ശേഷം അതിനകത്ത് സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് സ്ട്രെങ്ത് കാണത്തില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ശരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ ഉപയോഗിക്കുന്ന ചരൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉപയോഗിക്കുന്ന ചരലിൻ്റെ ഗുണം കൊണ്ട് നമ്മുടെ വെക്കുന്ന ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് വർക്കിന് ലീക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല. നമ്മളവിടെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ മിക്സിൻ്റെ ഡിസൈൻ, അവിടെ ഉപയോഗിക്കുന്നത് ഏത് ഡിസൈനാണോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സിമെൻറ്റ് അതിനകത്ത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ RCC റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ രീതി, അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലീക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അല്ലാതെ ഉപയോഗിക്കുന്ന ചരലിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമല്ല. പിന്നീട് നമ്മൾ എംസാൻഡിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംസാൻഡും സാധാരണ പോലെ തന്നെ പാറ പൊടിച്ച് എടുക്കുന്നൊരു സാൻഡ് തന്നെയാണ്. ചരലും പാറ പൊടിഞ്ഞ് തന്നെ ഉണ്ടാകുന്നൊരു സാൻഡാണ്. അപ്പോൾ എംസാൻഡ് നമ്മൾ നോക്കുമ്പോൾ എംസാൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംസാൻഡിനകത്തുള്ള ക്ലേയുടെ കണ്ടന്റ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡബിൾ വാഷ് അല്ലെങ്കിൽ ട്രിപ്പിൾ വാഷ് ഒക്കെ ചെയ്തിട്ടുള്ള എംസാൻഡ് കിട്ടും. അത്തരം എംസാൻഡ് നമ്മൾ ഉപയോഗിക്കുക. ഫൈനഗ്രേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ചരൽ തിരഞ്ഞെടുക്കുമ്പോൾ ചരലിലെ ക്ലേയുടെ കണ്ടന്റ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നുള്ള നിലയിലെടുക്കുമ്പോൾ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. നമ്മൾ വെൽ ഗ്രേഡ് എന്ന് പറയുമ്പോൾ പല സൈസിലും പല ഷേപ്പിലുമുള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ മോട്ടാറും അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ മിക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചരലാണോ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ചരലിൻ്റെ കളറിന് പ്രത്യേകമായ നമ്മൾ എടുക്കുന്ന ചരലിൻ്റെ കളറും ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു സാൻഡാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ക്ലേയുടെ കണ്ടന്റ് എന്തുമാത്രമുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതല്ലാതെ ചരലിൻ്റെ കളർ വെച്ചിട്ട് നല്ലൊരു ചരലാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയത്തില്ല. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെക്കാട്ടി അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ കൂടുതൽ വേണ്ടി വരുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും ഈ വലിയ വൻകിട പ്രോജക്റ്റുകൾ. ആ വർക്കുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് എംസാൻഡും. നമ്മൾ പക്ഷേ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് നമ്മൾ ചരൽ വേണമെന്നും പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വലിയ വൻകിട പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന വലിയ വലിയ എൻജിനീയേഴ്സ് അവരെന്തുകൊണ്ട് എംസാൻഡ് ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ഈ അഗ്രിഗേറ്റ് എന്നുള്ള നിലയിൽ, ഫൈൻ അഗ്രിഗേറ്റ് എന്നുള്ള നിലയിൽ IS കോഡ് പ്രകാരം ഉള്ള കണ്ടീഷനുകളെ എംസാൻഡ് ആ ഗുണങ്ങളിൽ എംസാൻഡ് വരുന്നു എന്ന് മാത്രമേ നോക്കാറുള്ളൂ. എംസാൻഡിനെക്കാട്ടി ബെറ്റർ ചരലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല. നമ്മൾ ചരലെടുക്കുന്നത് പുഴയിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ക്ലേയുടെ കണ്ടന്റ് കാണും. ഓണല്ലേ, നമ്മൾ ചരൽ എടുക്കുന്നത് പുഴയിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് ക്ലേയുടെ കണ്ടന്റ് വരാം, അതുകൂടാതെ ഉപ്പിൻ്റെ അംശം വരാം, അല്ലെങ്കിൽ മറ്റഴുക്കുകളൊക്കെ വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചരലിന് പോരായ്മകളുണ്ട്.